രാജ്യതലസ്ഥാനത്ത് നിന്നുള്ള പാറ്റ പാർട്ടിയുടെ സമരാഭാസത്തെക്കുറിച്ചുള്ള വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നത്. ഒടുവിൽ സർക്കാരുമായുള്ള ചർച്ചയ്ക്ക് വഴങ്ങി കോക്രോച്ച് ജനതാ പാർട്ടി ചർച്ചയിൽ പങ്കെടുക്കാൻ തയ്യാറാണെന്ന് CJP ഔദ്യോഗികമായി തന്നെ അറിയിച്ചു. ഉച്ചയ്ക്ക് 12:30 കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിലാണ് ചർച്ച നടക്കുക. വിവരങ്ങളുമായി ആദർശ് TS ചേരുകയാണ്. ആദർശ്, വളരെ നിർണായകമായ ചർച്ചയാണ്. കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് കഴിഞ്ഞ ദിവസം തന്നെ കൃത്യമായ നിലപാട് അറിയിച്ചതാണ്. പക്ഷേ ഈ പാറ്റ പാർട്ടി കൂട്ടം അവർ അടുക്കുന്നുണ്ടായിരുന്നില്ല. അവർ സമരാഭാസവുമായി മുന്നോട്ട് പോകാൻ തന്നെയായിരുന്നു തീരുമാനിച്ചിരുന്നത്. എന്തായാലും നടപടി കേന്ദ്രം കടുപ്പിക്കുമെന്നായപ്പോൾ ഇപ്പോൾ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് കോക്രോച്ച് പാർട്ടിയും അറിയിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12:30 ചർച്ചകൾ നടക്കുമ്പോൾ എത്രത്തോളം നിർണായകമാണ്? രാഖി, ഈ ഒരു ചർച്ച ഇത് കോക്രോച്ച് ജനതാ പാർട്ടി ഈ സർക്കാരുമായുള്ള ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചുകൊണ്ട് മുന്നോട്ട് വരുമ്പോഴും കോൺഗ്രസും ഇടത് പാർട്ടികളും ഇടത് വിദ്യാർത്ഥി സംഘടനകളുമൊക്കെ ഈ കേന്ദ്ര സർക്കാർ നിലപാടിനെയും പ്രധാനമന്ത്രിയുടെ വാക്കുകളെയും, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലടക്കം കടുത്ത ശിക്ഷ നൽകുന്ന നിയമനിർമ്മാണം എന്നടക്കം പ്രഖ്യാപിച്ചിട്ടും ഇടത് വിദ്യാർത്ഥി സംഘടനകളും കോൺഗ്രസും ഇടത് പാർട്ടികളുമൊക്കെ ഈ ഒരു നിലപാടിനെ തള്ളിക്കളയുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാഖി ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ കോക്രോച്ച് ജനതാ പാർട്ടി കേന്ദ്ര സർക്കാരുമായി ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിക്കുമ്പോൾ അത് വളരെ നിർണായകമായി മാറുന്നത്. കാരണം കോക്രോച്ച് ജനതാ പാർട്ടിയെ നിയന്ത്രിക്കുന്ന ചില ശക്തികൾക്ക് ഇത്തരത്തിൽ ഇവർ ചർച്ചയ്ക്ക് പോകുന്നതിനോടോ ചർച്ചയ്ക്ക് പോയി ഈ സമരം അവസാനിപ്പിക്കുന്നതിനോടോ താല്പര്യമില്ല. അഭിജിത് ദീപ്കെ തൻ്റെ ട്വീറ്റിൽ ആവർത്തിക്കുന്നത് ഈ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി വരെ സമരം തുടരുമെന്ന് തന്നെയാണ്. എന്തായാലും കോക്രോച്ച് ജനതാ പാർട്ടിക്കാർ അവർ സർക്കാരുമായുള്ള ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ച് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സർക്കാർ ഇവരുമായി നടത്തുന്ന ചർച്ചയിൽ എന്തൊക്കെയാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യമെന്നാണ് ഇവർ ഉറ്റുനോക്കുന്നത്. കാരണം നേരത്തെ തന്നെ ഈ കോക്രോച്ച് ജനതാ പാർട്ടി മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയാണ്. ഒപ്പം തന്നെയാണ് ഇവർ ഈ സമരവുമായി ബന്ധപ്പെട്ട് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായ അക്രമങ്ങളുമായി ബന്ധപ്പെട്ടെടുത്ത കേസുകൾ പിൻവലിക്കണമെന്നും പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നുമൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ അത്തരം ആവശ്യങ്ങളെ സംബന്ധിച്ച് സോനം വാങ്ചുക്ക് തന്നെ പുറത്തുവിട്ട വീഡിയോയിൽ ഇക്കാര്യങ്ങളെല്ലാം അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹം ഈ നിരാഹാര സമരം അവസാനിപ്പിച്ചുകൊണ്ട് സമാധാനപരമായിട്ടുള്ള സമരമാണ് തൻ്റെ ആഗ്രഹമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ അത് ഈ അക്രമ സമരവുമായി മുന്നോട്ട് പോകുവാനുള്ള കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ചില നേതാക്കളുടെ ശ്രമത്തിന് ഏറ്റ വലിയ ഒരു തിരിച്ചടി കൂടിയാണ്. എന്തായാലും സർക്കാരുമായുള്ള ചർച്ചയ്ക്ക് കോക്രോച്ച് ജനതാ പാർട്ടി സന്നദ്ധമാകുമ്പോൾ പ്രശ്നങ്ങളൊക്കെ ചർച്ചയിലൂടെ പരിഹരിച്ച് രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ചയേറെ നിർണായകമാകും. കാരണം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിലെല്ലാം എല്ലാ വിഷയങ്ങളിലും ചർച്ചയ്ക്ക് പാർലമെൻറ്റിനകത്തും പുറത്തും തയ്യാറാണ് എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് സർക്കാർ സ്വീകരിക്കുന്നത്. എന്തായാലും ചർച്ചയിൽ ഇനി എന്താകും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിനിധികളായി ആരൊക്കെയാകും ഈ ചർച്ചയിൽ പങ്കെടുക്കുക എന്നതെല്ലാം അല്പസമയത്തിനകം തന്നെ പാർട്ടി നേതൃത്വം ഔദ്യോഗികമായി അറിയിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. രാഖി, നിർണായകമായ കേന്ദ്ര സർക്കാർ CJP ചർച്ച 12:30 കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ നടക്കുകയാണ്. CJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചർച്ച നടക്കണം. പക്ഷേ ഇതിനിടയിൽ കയറിക്കൂടിയ ചില രാജ്യവിരുദ്ധരുണ്ട്. അത് അവരെ പിന്നോട്ട് വലിക്കുകയാണ്. എന്തായാലും ചർച്ച 12:30 നടക്കും. CJPയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് ഈ ചർച്ച. ആദർശ് TS ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.